ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പലയിൽ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വ്യാഴത്തിൻ്റെ ഫലങ്ങളാണ് ലഗ്നഭാവങ്ങളിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ശുക്രൻ, ശുഭഗ്രഹമായ ശുക്രൻ 12 ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരമാവധി ഞാൻ ആദ്യമൊക്കെ ഞാൻ കമൻറ്റ് ക്രോഡീകരിച്ച് ബോർഡിൽ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ ഞാനത് ചെയ്യാറില്ല. കാരണം യൂട്യൂബിൽ തന്നെ വരുന്ന ആൾക്കാർക്ക് അപ്പോൾ അവർക്ക് പറ്റുന്ന കമൻറ്റ് യൂട്യൂബ് വഴി തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പേഴ്സണലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിന് എന്നെ കോൾ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ഒരു രാശിയിൽ ഇന്ന ഗ്രഹം അവിടെയുണ്ട്, ശുക്രൻ ഇവിടെയുണ്ട്, വ്യാഴം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ വെച്ചിട്ട് ഒരു ഗ്രഹത്തിൻ്റെ ഫലം പറയാൻ പറ്റുന്നത്. ഒരു ഗ്രഹമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 12 രാശിയിൽ 12 ലഗ്നഭാവങ്ങളിൽ, അതായത് മേടം മുതൽ, ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ മേടം 12 രാശികൾ, മീനം വരെ 12 രാശിയിൽ ലഗ്നം രാശിചക്രത്തിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. ആ രാശി മുതൽ എന്ന് എഴുതിയ രാശി മുതലാണ് നമ്മുടെ ജീവിതയാത്ര അനുഭവം ചിന്തിക്കുന്നത്. അല്ലാതെ ചന്ദ്രൻ ഒറ്റയടിക്ക് ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ നക്ഷത്രം കൊണ്ട് ഇവിടെ ആരും നോക്കണില്ല. ഇവിടെ യഥാർത്ഥ ജ്യോതിഷം എന്നുള്ളത് ഒരു എന്താ പറയുക, ആരും ചെയ്യണില്ല. ഇപ്പം എന്താ ചെയ്യണത്, എല്ലാവരും എന്താ ഒരു പഞ്ചാംഗം മേടിച്ചിട്ട് എന്നിട്ട് ഏത് കൂറാണെന്ന് നോക്കും, എന്നിട്ട് അതിന് വെച്ച് ഫലം പറയും. ഒറ്റയടിക്ക് ഫലം കഴിഞ്ഞു, 2 മിനിറ്റ് കൊണ്ട് ജ്യോതിഷയുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്, 12 രാശിയിൽ കിടക്കുന്ന 12 ലഗ്നം അടിസ്ഥാനമാക്കി ചന്ദ്രൻ എവിടെയോ നിന്നുകൊണ്ട് ഒരാൾക്ക് ഒറ്റ ഫലമേ ഉള്ളൂ. അത് ചന്ദ്രനല്ല. ചന്ദ്രൻ എന്ന് പറയുന്നത് ഏത് രാശിയായിട്ട് ബന്ധപ്പെടുന്നു ആ നക്ഷത്രത്തിൽ ആ ദിവസം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ നക്ഷത്രമായിട്ട് അറിയപ്പെടുന്നു. അല്ലാതെ എല്ലാം നമ്മുടെ ജീവിതയാത്രയും ചിന്തിക്കുന്നത് ലഗ്നമാണ് കേന്ദ്രബിന്ദു. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് ഇന്ന ഗ്രഹം അവിടെയുണ്ട്, ആ ഗ്രഹം ഇവിടെയുണ്ട്, എന്താണ് ഫലം, ഒരു ഫലവുമില്ല. നിങ്ങൾക്ക് വിശദമായിട്ട് ഒരു ഗ്രഹനില കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ രാശി വേണം, ലഗ്നഭാവങ്ങൾ വേണം. 12 ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനം മാത്രമേ നമുക്ക് ഫലം പറയാൻ പറ്റുള്ളൂ. പക്ഷെ എത്ര നല്ല ഗ്രഹനിലയായാലും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു, എത്ര നല്ല ഗ്രഹനിലയായാലും മോശം ഗ്രഹനിലയായാലും നമ്മുടെ കർമ്മപദത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടും ഒരു ഫലമില്ല. അതിനായിട്ട് നമുക്ക് 14 ജില്ലാ ക്ഷേത്രങ്ങളിലോ കുറേ പള്ളികളിലോ കുറേ അമ്പലങ്ങളിലോ പോയിട്ട് വഴിപാടോ പരിഹാരം ചെയ്തിട്ട് യാതൊരു ഫലമില്ല. നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്, അതിലേക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം വേണ്ടത്, ആ ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു ധാരണ വേണം. ആ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലേക്ക് ലക്ഷ്യമുള്ളൂ. അല്ലാണ്ട് PG പഠിച്ച്, ഡോക്ടറേറ്റ് പഠിച്ച്, എഞ്ചിനീയർ പഠിച്ച് എനിക്ക് ജോലിയില്ല, നമ്മുടെ കർമ്മപഥത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ എൻ്റെ ഗ്രഹനില ദോഷമാണ്, കണ്ടകശനിയാണ്, ഏഴരശനിയാണ്, ജന്മശനിയാണ്, രാഹുദോഷമുണ്ട്, അതൊരു പറഞ്ഞിട്ട് വെറുതെ അനാവശ്യ രീതിയിൽ ജനങ്ങളെ കൂട്ടിക്കൊഴിപ്പിച്ച് അനാവശ്യ നെഗറ്റീവിലേക്ക് ചിന്തകൾ ഇടുന്ന കാലഘട്ടമാണ്. നമ്മൾക്കൊരു പ്രായം, ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്രയത്നം നമ്മൾ തീരുമാനിക്കണം. അല്ലാണ്ട് അച്ഛനമ്മേനെ, എനിക്ക് എൻ്റെ കഴിവുകൾ കൊണ്ട് അച്ഛനമ്മേനെ കുറ്റം പറയാം, മാതാവിനെ കുറ്റം പറയാം, പിതാവിനെ കുറ്റം പറയാം, കുടുംബത്തെ കുറ്റം പറയാം, ഒരു കാര്യമില്ല. നമ്മൾ എത്ര പൊട്ടക്കുഴിയിൽ കിടക്കുന്നതിന് നമ്മൾക്കൊരു ദൃഢപ്രതിജ്ഞ ഉണ്ടെങ്കിൽ, ഒരു കോൺഫിഡൻസ് മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് കാരണം ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അല്ലാണ്ട് ഞാൻ ജ്യോതിഷം എന്ന് പറയുന്നത് വലിയ ഉന്നതി കുലത്തിൽ ജനിച്ച് വളർന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ ജീവിതയാത്രാനുഭവങ്ങൾ അതിക്ലേശകരമായിരുന്നു. അവിടെ നിന്നൊക്കെ പതുക്കെ സ്റ്റെപ്പ് വെച്ച് ഞാൻ ഇവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആകാം. അല്ലാതെ നമ്മുടെ മാതാവിനോ പിതാവിൻ്റെ സ്വത്തുക്കൾ കിട്ടിയിട്ട് അത് മുഖേന പോകരുത്. നമുക്ക് വിവാഹം ഒന്നല്ല ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കരിയർ അടിത്തറയിട്ട് ഉറപ്പിക്കുകയാണ് ഏറ്റവും ലക്ഷ്യമാണ്. അല്ലാതെ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു വീട്ടിൽ പോയി ഇനി ജീവിതകാലം വരെ അടുക്കളയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ആയിരിക്കാം, അടുക്കളയിൽ പോയിട്ട് ആ ജീവിതകാലം വരെ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ അടുക്കളയിൽ തീരേണ്ടതല്ല. ഒരു സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് തുല്യ അവകാശമാണ് ഉള്ളത്. അല്ലാണ്ട് സ്ത്രീ എപ്പോഴും ആണിൻ്റെ കീഴിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. 2 പേർക്കും ദൈവം 2 പേർക്കും തുല്യമായിട്ട് അവകാശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വപ്രയത്നത്തിൽ ഇറക്കുക, മനസ്സിൽ എന്നാ പറഞ്ഞ പോസിറ്റീവ് ചിന്ത കൊടുക്കുക. എനിക്ക് എന്താ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്ര കഠിന പാതയായാലും കരിങ്കല്ലായാലും മുള്ളായാലും കുപ്പിച്ചലായാലും അത്
തരണം ചെയ്ത് മുന്നോട്ട് പോവുക, എന്നാൽ വിജയം ഉറപ്പാണ്. എത്ര വലിയ പൊട്ടക്കുഴികൾ ആളായാലും ഇറങ്ങി മുകളിലേക്ക് കയറി വരാൻ പറ്റും. പക്ഷെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് 99% നെഗറ്റീവ് നിറഞ്ഞതാണ്. ആ നെഗറ്റീവ് എന്ന സമൂഹത്തിലേക്ക് നമ്മൾ ആ നെഗറ്റീവ് മാറ്റിക്കളയുക. ആ നെഗറ്റീവുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക, നമ്മൾ ആളുടെ ബന്ധം ഒഴിവാക്കുക. മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ്, ഉപബോധ മനസ്സിലേക്ക് ശക്തി കൊടുക്കുക, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അത് തീർച്ചയായിട്ടും കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ വിഗ്രഹത്തിലോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളിയിലോ നിൽക്കണതല്ല, നമ്മുടെ യൂണിവേഴ്സിലാണ് ഇതെല്ലാം ഉള്ളത്. അതായത് പ്രപഞ്ചശക്തി, അതിന് ശക്തിയുണ്ട്. ആ ശക്തി ഉപബോധം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ എത്രമാത്രം നമ്മൾ ഉപബോധ മനസ്സിന് ശക്തി കൊടുക്കണോ അവിടെ തീർച്ചയായിട്ടും സ്വപ്രയത്നമുണ്ടെങ്കിൽ എത്ര പൊട്ടക്കുടിയുള്ളവനായാലും കരകയറി വരാൻ പറ്റും. നിങ്ങൾ പരിശ്രമിക്കുക. കാരണം ഇതെല്ലാം എൻ്റെ ജീവിതം ഒറ്റയടിക്ക് നിങ്ങൾ 18 പടി മുകളിലേക്ക് കയറി കഴിഞ്ഞ് ഇടിഞ്ഞൊഴിഞ്ഞ് താഴെ വീഴും. ആദ്യം ആർക്ക് ക്ഷമയില്ല. അതാണ് ഇന്ന് കിട്ടി പാടത്ത് പണി പരമ്പത്ത് കൂലി എന്ന് പറയുന്നത്. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയില്ല. ക്ഷമയോടുകൂടി കാത്തിരിക്കണം. എത്ര ക്ഷമയോടുകൂടി കാത്തിരിക്കണം നമ്മളെ കർമ്മപഥത്തിലേക്ക്. നമ്മൾ എത്രമാത്രം അതിന് കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വപ്രയത്നത്തിൽ ഇറങ്ങിത്തിരിക്കുക. ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും നെഗറ്റീവുള്ള ആ സമൂഹം എത്ര കൂടപ്പറപ്പാണെങ്കിലും നെഗറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വശം ചിന്തിക്കേണ്ടിരിക്കുക. നമ്മൾ നെഗറ്റീവ് ഉപബോധ മനസ്സിലേക്ക് നെഗറ്റീവ് കൊടുക്കുക. നമ്മൾ പറയാറില്ലേ, പനിയോ തലവേദനയോ ജലദോഷം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ മാറ്റാം. പക്ഷേ ഒരാളുടെ നെഗറ്റീവായിട്ട് വരുന്ന വാക്കുകൾ ഒരു കാരണവശാലും ജീവിതകാലം വരെ നമ്മളെ അത് ഉപബോധ മനസ്സിലേക്ക് ബാധിച്ചിരിക്കും. അത് മനസ്സിലാക്കുക നിങ്ങൾ. എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ രാശിചക്രത്തിലെ 12 ലഗ്നഭാവങ്ങളിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 12 രാശി ലഗ്നം എവിടെയെങ്കിലും ഉണ്ടാവും. ഇന്ന് നമ്മൾ ലഗ്നം, ഉദാഹരണം ലഗ്നം എടുക്കുന്നത് നമുക്ക് ഇടവം മേടം ലഗ്നം എടുക്കാം. മേടം ലഗ്നം 1-ാം ഭാവമാവുകയും ശുക്രൻ ഈ രാശിയിൽ നിൽക്കുകയും, ഇവിടെ ശുക്രൻ ഈ രാശിയിൽ നിന്നൊരു ഫലമുണ്ട്, ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലമുണ്ട്. 12 രാശികളിൽ നിന്നൊരു ഫലം, ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലമുണ്ട്. ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറെ ഉദാഹരണം നോക്കാം. ഇത് ഒന്നാമത്തെ രാശിയല്ലേ. നമുക്ക് വേറെ മകരം ലഗ്നം എടുക്കാം. മകരം ലഗ്നം 1-ാം ഭാവമാകുകയും അവിടെ ശുക്രൻ 1-ാം ഭാവത്ത് നിൽക്കുമ്പോൾ പൊതുവായ ഫലങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ആചാരം പറഞ്ഞിരിക്കുന്നതൊക്കെ. അതായത് സ്ത്രീ ആണെങ്കിൽ, സ്ത്രീയോ പുരുഷനാണെങ്കിലും സുന്ദരനായിരിക്കും എന്നാണ് പറയണത്. സുന്ദരൻ. അതേപോലെ തന്നെ ശുക്രൻ ശുഭഗ്രഹമാണ്. അതായത് ഇടവത്തിൻ്റെയും തുലാത്തിൻ്റെ രണ്ടും 7 ഭാവാധിപനാണ്. ഈ മേടം രാശിയുടെ 2-ാമത്തെ രാശി ഇടവം, ആ ഇടവൻ രാശിയുടെ 2-ാം ഭാവം 7-ാം ഭാവം തുലാമാണ്. ഈ തുലാം രാശിന്റെ 2 അധിപന്മാരും എന്ന് പറയും. ആ 2 രാശിയുടെ അധിപൻ എന്ന് ശുക്രനാണ്, ശുഭഗ്രഹമാണ്. ആ ലഗ്നം രാശിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും ല എന്നെഴുതിയ അക്ഷരമായിരിക്കും. ആ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ആചാരം പറഞ്ഞെങ്കിൽ സുന്ദരിയാകും അല്ലെങ്കിൽ സുന്ദരനാകും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ സമൃദ്ധികളും ഉണ്ടായിരിക്കും, സുഖിയാകാം. കാരണം അന്നത്തിനോ ബുദ്ധിമുട്ടുകൾക്കോ ഒരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ളത് കൂടിയാണ്. പക്ഷെ ശുക്രൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ സ്വപ്രയത്നം ഉണ്ടെങ്കിലേ അവിടെ പ്രയോജനമുള്ളൂ. അല്ലാണ്ട് ഇവിടെ ശുക്രൻ ലഗ്നത്തിലുണ്ട് എനിക്ക് ഒന്നുമായില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കഴിവോട് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഒരേ ഡിഗ്രി മിനിറ്റിൽ രാജകൊട്ടാരത്തിൽ ജനിച്ചിട്ടുണ്ടാവും, അതേ ഡിഗ്രി മിനിറ്റിൽ ചേരിയിലും ജനിച്ച ഒരു വ്യക്തിക്ക് 2 ജീവിതയാത്രാനുഭവങ്ങളാണ് ഉണ്ടാകുക. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു ടിങ്സിന്റെ 2 കൊച്ചിന് പോലും ഒറ്റ ഫിംഗർ പ്രിന്റ് അല്ല എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എത്ര ക്ലേശകരമായാലും എൻ്റെ ലഗ്നത്തിൽ ശുക്രനുണ്ട്, എൻ്റെ കമന്റ് ബോക്സിൽ അടിയിൽ വരും ശുക്രനുണ്ട്, എനിക്കൊന്നും ആവാൻ പറ്റിയില്ല. അത് നിങ്ങളെ പരിശ്രമം ഇല്ലാത്തത് കൊണ്ടാണ്. ഗ്രഹനില പ്രകാരം ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ എത്ര കുഴി കിടക്കുന്നതിൽ നമ്മളുടെ പ്രയത്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്നു വരാൻ പറ്റും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക, നിങ്ങളെ കോൺഫിഡൻസോട് കൂടിയിട്ട്, മനോധൈര്യത്തോട് കൂടിയിട്ട് എനിക്ക് വിജയിക്കണം. കാരണം കലിയുഗമാണ്. എന്താ പറയുക, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുതി അല്ലാണ്ട് സ്നേഹബന്ധത്തിന് ഒരു ബലമില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ അതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക, വിജയപാദത്തിലെത്തിക്കുക. ആരും മുമ്പിൽ തല കുനിക്കാതെ മുന്നോട്ട് പോകാൻ ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ലഗ്നത്തിൽ ശുക്രൻ നിന്ന്
കഴിഞ്ഞാൽ സുന്ദരിയും സുഖിയും ദീർഘായുസും ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം സമ്പത്തിന്റെ കാരകനാണ് ശുക്രൻ. കല, നിപുണത എല്ലാം ശുക്രനെ സൂചിക്കുന്നത്. അതായത് ഡാൻസ്, പാട്ട്, സ്റ്റേജ് പ്രകാരം കാർട്ടുപരമായിട്ടൊക്കെ ഈ ശുക്രനുണ്ട്. സമ്പത്തിന്റെ കാരകനാണ്. ആ ശുക്ര ശുഭഗ്രഹമാണ്. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സുന്ദരിയും സുഖിയും ദീർഘായുസും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ, ഈ ലഗ്നത്തിൽ രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ഇട്ടിട്ട് അടയാളം വെച്ചിട്ട് നിങ്ങൾക്ക് അതിലളിതമായ രീതിയിൽ പറയണത്. വീഡിയോസ് നീണ്ടു പോകാണ്ടിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അനാവശ്യ കമൻറ്റുകൾ ഒഴിവാക്കുന്നുണ്ട്. നിങ്ങളെ പെട്ടെന്ന്, കാരണം വെച്ചാൽ ഒരു നീണ്ടൊരു വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? കാരണം ശുക്രൻ രണ്ടാം ഭാവത്തിൽ, ഇവിടെ രണ്ടാം ഭാവം കൊണ്ട് വിദ്യ, വാക്ക്, കുടുംബമൊക്കെ ചിന്തിക്കും. വാക്ക്, അതായത് ഒരു സ്ത്രീ, ശുക്രൻ എന്ന് പറയുന്നത് പരിപൂർണ സ്ത്രീഗ്രഹമാണ്. ചന്ദ്രനും ശുക്രനും പരിപൂർണ സ്ത്രീഗ്രഹമാണ്. രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ത്രൈണത ഉണ്ടാകും, നല്ല വാക്കുകൾ ഉണ്ടാകും, എല്ലാവരോടും ബഹുമാനത്തോടു കൂടി സംസാരിക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കവി, കവിത, സ്റ്റേജ് പ്രോഗ്രാം, കാർട്ടൂൺ പരമായിട്ട്, അതായത് നമ്മൾ പറയില്ലേ ഈ രംഗകലകൾ, അതായത് പാട്ട്, ഡാൻസ്, നേവി, കവിത, അതായത് ധാരാളം പണം ഉള്ളവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാം ഭാവത്തിൽ വാക്ക് ശുദ്ധിയുള്ള വാക്കായിരിക്കും. ഒരു ത്രൈണത ഉണ്ടാകാം, വിദ്യാഭ്യാസം നല്ലതുപോലെ കിട്ടാം. അവിടെ വിദ്യാകാരകൻ നോക്കണം, രണ്ടാം ഭാവാദിനം നോക്കണം, രാശിചക്രത്തിൽ എങ്ങനെയൊക്കെ നോക്കണം. ഇത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ കല, കവി, കവിത, ധാരാളം പണം, അതേപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസിന്റെ കാരകത്തിനൊക്കെ ശുക്രനുണ്ട്. 10ാം ഭാവമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ ഉള്ള ഒരു പ്രവണത ഉള്ള ആളായിരിക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് മൂന്നാം ഭാവത്തിൽ ശുക്രൻ എന്ന് കഴിഞ്ഞാൽ പറയുന്നത് 3 എന്ന് പറയുന്നത് ഉപജയ രാശിയാണ്. ഞാൻ നേരത്തെ പറയുന്നത് 3, 6, 9, 10, 11 ഭാവങ്ങൾ ഉപജയ രാശിയാണ്. ആ 3ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യാസുഖം, സമ്പത്ത് കുറഞ്ഞവൻ ആയിരിക്കാം എന്നാണ് അർത്ഥം. 3ാം ഭാവം ശുക്രന് വലിയ ഗുണദോഷമായിട്ടാണ് പറയണത്. അതായത് ഭാര്യസുഖം കുറവുള്ളവൻ, സമ്പത്ത് കുറവുള്ളവൻ, ആർക്കും ഇഷ്ടമില്ലാത്തവൻ. അവിടെ ശുക്രൻ 3 നല്ലതല്ല പറയണത്, മോശമാണ്. ഉപജയ രാശിയായാലും ആചാരം പറയണ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയണത് ഞാൻ മാനത്ത് നോക്കിയിട്ട് പറയണതല്ല. ഞാൻ ആചാരം പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു ജ്യോതിഷം പറഞ്ഞ ഇതിന് അടിസ്ഥാനമുണ്ടോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുണ്ടോ? 99% ഗ്രന്ഥങ്ങൾ, എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ജ്യോതിഷ ബുക്കുകളിലുള്ള കാര്യം തന്നെയാണ് ഇത് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ വെറുതെ എന്തെങ്കിലും അല്ല പറയണത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ അവിടെ ഇവിടെ ഒരു ഗ്രഹം നിന്നേ കൊണ്ടല്ല പോലെ, കൃത്യമായിട്ട് ആചാരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത്. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല മനസ്സിലാക്കുക. ഞാൻ ഈ ജ്യോതിഷം എന്നുള്ളത് ഞാൻ ശാസ്ത്രമായിട്ട് കാണാൻ, അതായത് നിങ്ങൾ അടിയിൽ കമൻറ്റ്, ആളാവാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് ഒന്നും അറിയാതെ ഇന്ന് വായിൽ തോന്നിയത് കമൻ്റായിട്ട് വരുന്നതിൽ ഒരു അർത്ഥമില്ല. എന്തെങ്കിലും ജ്യോതിഷം അറിഞ്ഞിരിക്കുക, എന്നിട്ട് നിങ്ങൾ വർത്തമാനത്തിന് വരിക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് വരിക. അപ്പം അതുകൊണ്ട് മാത്രം പറയണത്. അപ്പം 3ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മോശമാണ് പറയണത്. അതായത് ഭാര്യാസുഖം, സമ്പത്ത് കുറഞ്ഞവനും, അതേപോലെ തന്നെ ആർക്കും ഇഷ്ടമില്ലാത്തവനും, അതായത് മോശമായ പേര് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ഉപജയ രാശിയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ കാരകത്വങ്ങൾക്ക് ബലക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ശുക്രനൊക്കെ മീനത്തിൽ നിൽക്കുമ്പോൾ മീനരാശിയിൽ ഉച്ച രാശിയായിരിക്കും. അത് 3ാം ഭാവത്തിലാകുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏതെങ്കിലും കാരകത്വം, ശുക്രന്റെ ആയിരക്കണക്കിന് കാരകത്വമുണ്ട്. അതിലേതെങ്കിലും കാരകത്വങ്ങൾക്ക് ബലക്കുറവ് ഉണ്ടായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് 4ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ, 4ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കേന്ദ്ര സ്ഥാനമാണ്. 4, 7, 10 കേന്ദ്ര സ്ഥാനമാണ്. ആ കേന്ദ്ര ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? നല്ല വാഹനങ്ങൾ, വീട്, വാഹനം, അതേപോലെ തന്നെ നമ്മുടെ മാതാവിനെ ചിന്തിക്കുന്ന 4 കൊണ്ടാണ്. 4ാം ഭാവാധിപൻ എവിടെയാ നോക്കണം? ആ മാതാവിൻ്റെ ഒരു കാരകനുണ്ട്. അതേപോലെ 4ന്റെ വാഹനത്തിൻ്റെ ഒരു കാരകനുണ്ട്. അങ്ങനെ ഓരോ ഭാവത്തിനും വാഹനം പറയുമ്പോൾ ശുക്രൻ, മാതാവിനെ പറയുമ്പോൾ ചന്ദ്രൻ, അങ്ങനെ ഓരോ ഭാവത്തിനും ഓരോ കാരകന്മാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ 4ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ നല്ല ഭാര്യ, എന്താ പറയാ, നല്ല വാഹനങ്ങൾ, വീട്,
പുഷ്പങ്ങളും പിന്നെ ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഉള്ളവൻ ആയിരിക്കും. നല്ല ഫലങ്ങൾ. അപ്പം ലഗ്നത്തിൽ നിന്ന് നല്ലത് പറഞ്ഞു, 2 നിന്ന് കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞു, 4 നിന്ന് കഴിഞ്ഞാൽ നല്ല വാഹനങ്ങൾ, വീടും പുഷ്പങ്ങളും ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഉള്ളവൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് 5-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ. 5-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണത്, അതായത് എടുത്താൽ തീരാത്ത സമ്പത്തുണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞാനിപ്പോഴും പറയണു, ഇത് പൊതുവായ ഫലങ്ങളാണ്. നിങ്ങൾ രാശിചക്രത്തിൽ 5-ാം ഭാവത്തിൽ ശുക്രനുണ്ട്. എനിക്ക് എടുത്താൽ പോകത്ത് ഒരു 2 സെന്റ് സ്ഥലം പോലും ഇല്ല എന്നുള്ളത് ഇല്ല. നിങ്ങൾ പറഞ്ഞൊക്കെ വെറുതെ. ഇത് പൊതുവായ നിയമം മാത്രമാണ്. ബാക്കി 12 രാശിയിൽ 12 ലഗ്ന ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ നോക്കിയിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. ആചാരം പറഞ്ഞിരിക്കുന്നത് എടുത്താൽ പൊങ്ങാത്ത, അതിൽ എന്താ പറയുക, എടുത്താൽ തീരാത്ത ധനം സമ്പത്ത് ഉണ്ടായിരിക്കാം എന്ന സാധ്യത പറയണു. അതേപോലെ തന്നെ നമ്മുടെ ഉന്നത അധികാരികളാൽ ബഹുമാനിക്കപ്പെടാം എന്നും പറയുന്നുണ്ട്. പുത്രനോട് കൂടിയവനും 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെ ധനത്തോടു കൂടി സമ്പത്തോടു കൂടിയവനും അതേപോലെ തന്നെ ഉന്നതി അധികാരാൽ ബഹുമാനിക്കപ്പെടും. മറ്റുള്ളവരോട് പുത്രന്മാരോടൊക്കെ നല്ലതായിരിക്കും. ബുദ്ധിയുടെ ഭാവം 5 കൊണ്ടാണ് ചിന്തിക്കുന്നത്. സന്താനം ചിന്തിക്കേണ്ടത് 5 കൊണ്ടാണ്. 5-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് 5 കൊണ്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ കാരകൻ, 5-ന്റെ കാരകൻ ബുദ്ധിയെ ചിന്തിക്കുമ്പോൾ ബുധനാണ് കാരകൻ, സന്താനം ചിന്തിക്കുമ്പോൾ വ്യാഴമാണ് കാരകൻ. അങ്ങനെ ഇവിടെ ശുക്രനൊക്കെ നിൽക്കുമ്പോൾ ബുദ്ധിയിലൂടെ ബുധന്റെ പൊസിഷൻ നോക്കണം. അപ്പോൾ എന്നിരുന്ന കഴിഞ്ഞാലും ബുദ്ധിയിലൂടെ സ്വന്തം പ്രയത്നങ്ങൾ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഉന്നതി ഉണ്ടാകും. കാരണം 5 എന്ന് പറയുന്നത് ഒരു ത്രികോണ രാശിയാണ്. 5ഉം 9ഉം ഒരു ത്രികോണ രാശിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അടുത്തത് 6-ാം ഭാവത്തിൽ. 6-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്? ഈ 6-ാം ഭാവത്തിൽ പറയുന്ന സമയത്ത് അതും 3ഉം 6ഉം ഉപജയ രാശിയാണ്. അതായത് എന്ത് പറയുന്നത്, ശത്രു ഇല്ലാത്തവൻ എന്നാണ് പറയണത്. അതേപോലെ തന്നെ ധനം കുറവുള്ളത് 6-ാം ഭാവം ഗുണദോഷമാണ് പറയുന്നത്. അതായത് ശത്രുക്കൾ ഇല്ലാത്തവൻ, ധനം കുറഞ്ഞവൻ, അതേപോലെ തന്നെ സ്ത്രീകളാൽ ദൂഷിക്കപ്പെടുന്നവൻ. സ്ത്രീകളാൽ നമുക്ക് കുറച്ച് മോശമായ പേരൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത്. കാരണം 7-ാം ഭാവത്തിന്റെ കാരകനാണ്. ആ കാരകൻ 6 എന്ന് പറയുന്നത് ശത്രുത, രോഗം, അതേപോലെ തന്നെ കളവ്, ചതി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ 6-ന് ഒരു കാരകനുണ്ട്, ശനിയാണ്. 6-ന്റെ ഒരു കാരകൻ ശനിയാണ്. 6, 8, 12 കാരകങ്ങളൊക്കെ ശനിക്കുണ്ട്. അപ്പോൾ 6-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശത്രുവില്ലാത്തവനും ധനം കുറവുള്ളവനും സ്ത്രീകളാൽ ദോഷിക്കപ്പെടുന്നവനും ആയിരിക്കാം. അതേപോലെ തന്നെ മനസ്സ് എപ്പോഴും ഒരു മടുത്തിരിക്കുന്ന, എന്തിനും ഒരു താല്പര്യമില്ലാത്തൊരു മനസ്സ് ആയിരിക്കാം എന്നുള്ളതും കൂടി മാത്രമാണ് പറയാനുള്ളത്. അടുത്തത് 7-ാം ഭാവത്തിൽ. 7-ാം ഭാവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, എല്ലാ രാശിയും പറഞ്ഞു. 7-ാം ഭാവം മതഭാവമാണ്. 7ന്റെ കാരകൻ ശുക്രനാണ്. 7-ാം ഭാവാധിപൻ എവിടെയാ നോക്കണം? 7ന്റെ കാരകൻ ശുക്രനാണ്. ആ ശുക്രന്റെ കാരകൻ ശനിബന്ധം, കുജബന്ധം, രവിബന്ധം. 7 എന്നിപ്പോ 8-ാം ഭാവം അല്ല വിവാഹം ചിന്തിക്കുന്നത്. 8-ാം ഭാവം വേറെയാണ്. 7 കൊണ്ടാണ്. ഇവിടേക്കാണ് ഏറ്റവും വലിയ അശാസ്ത്രീയമായിട്ട് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പാപസ്വാമ്യം, കൂറുഫലമൊക്കെ പറഞ്ഞു, നക്ഷത്രപ്പൊരുത്തം, ഈ പാപസ്വാമ്യം എന്ന് പറഞ്ഞിട്ട് പാവന്റെ കൂടെ പാവനെ കയറ്റി കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എന്നൊരു പൊതുവായി ഫലം പറയുന്നുണ്ട്. ശുക്രൻ 7-ൽ കലഹപ്രിയനാണ്. കലഹപ്രിയം അങ്ങനെ പറയുന്നുണ്ട്. 7-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ ഉള്ളവനായിരിക്കും, പക്ഷേ കലഹപ്രിയം ഉണ്ടാകാം. അതേപോലെ തന്നെ വേറൊന്നും പറയുന്നുണ്ട്, ദുഷ്ട സ്ത്രീകളോട് താല്പര്യം ഉണ്ടായിരിക്കാം. അതായത് അന്യ സ്ത്രീകളോട് താല്പര്യം ഉണ്ടായിരിക്കാം എന്നാണ് പറയണത്. അതേപോലെ തന്നെ കലഹപ്രിയനായിരിക്കാം. അതേപോലെ തന്നെ സംഭോഗത്തെ ആഗ്രഹിക്കുന്നവൻ എന്നാണ് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞേക്കാം. 7-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യയുള്ളവനും അതായത് ഈ നീച സ്ത്രീകളോട് താല്പര്യമുള്ളവൻ, സ്ത്രീകളാൽ ദൂഷിക്കപ്പെടുന്നവനും, അതേപോലെ തന്നെ നമ്മുടെ ഈ സംഭോഗത്തെ ആഗ്രഹിക്കുന്ന വ്യക്തിത്വം ആയിരിക്കും വേണം പറഞ്ഞാൽ. ഇത് പൊതുവായ രീതിയിലാണ്. നിങ്ങൾ അതേപടി എടുത്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരാൻ നിൽക്കരുത്, ഒന്നുകൂടി മനസ്സിലാക്കുക. അടുത്തത് 8-ാം ഭാവത്തിൽ.
എട്ടാം ഭാവം എന്ന് പറയുന്നത് 6, 8, 12 എട്ടാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് ഒരു ശുക്ര ശുഭഗ്രഹമാണ്. 8 നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദീർഘായുസ് ഉള്ള ആളായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിരൂപിക്കാനും പോലും പറ്റില്ല. കാരണം ഞാൻ പണ്ട് പറഞ്ഞു 50, 60, 70 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ 20, 30 വയസ്സിനിടയിലുള്ള പിള്ളേരൊക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസം ബലികേടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാലഘട്ടം മാറി. ഓരോ പ്രശ്നങ്ങൾ പിള്ളേരുടെ പോക്ക് അല്ലെങ്കിൽ ആ വ്യത്യാസം, അതായത് ഇപ്പോഴുള്ള ഒരു 20 വയസ്സായ മക്കള് മാതാപിതാക്കൾ ഇപ്പോൾ വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഓരോ ദിവസം അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഓരോ അവസ്ഥയിൽ അവരെ കണ്ടുകൊണ്ട് മുന്നോട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും 8 ശുക്രൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, മാതാപിതാക്കളൊക്കെ 8 പൊതുവെ മാതാപിതാക്കൾ 20 വയസ്സ് കഴിഞ്ഞാൽ മക്കളെ കുറിച്ച് വേവലാതിയാണ്. കാരണം എങ്ങനെയാവോ, രക്ഷപ്പെടുമോ, കൂട്ടുകെട്ട് മറ്റ് രീതിയിലുള്ള ദുശീലങ്ങളൊക്കെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. പക്ഷെ 20 വയസ്സൊക്കെ ആകുമ്പോൾ മാതാപിതാക്കളെ കയ്യിൽ നിന്ന് വിട്ടു. ഇനി നിങ്ങൾ സ്വപ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കരിയർ എത്തിപ്പെടാൻ പറ്റുള്ളൂ, എത്ര നല്ല ജാതകമായാലും. 8ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്, ദീർഘായുസ്, രാജാവും ധനവും ആയി ഭവിക്കും. അവിടെ 8 ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് പറയണത്, അവിടെ ദോഷമല്ല. 6 ദോഷം പറഞ്ഞു. 8ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്, ദീർഘായുസ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഉന്നതി അധികാരികളാൽ ബഹുമാനിക്കപ്പെടും. അവരും മുമ്പിൽ നമുക്കൊരു നല്ലൊരു എന്താ പറയുക, ഒരു ശുക്രൻ ത്രൈണതയുള്ള ഒരാളാണ്. ഏത് രാശിയിൽ നിന്ന് വലിയ ദോഷം പറയാനില്ല അവിടെ. അതാണ് പറയുന്നത്, രാജാവിനാൽ ബഹുമാനിക്കപ്പെടും, ഉന്നതി അധികാരികളാൽ ബഹുമാനിക്കപ്പെടും എന്നാണ് പറയണത്. അതേപോലെ തന്നെ ധനവാനാകും എന്നാണ് പറയണത്. അതേപോലെ തന്നെ എന്താ പറയുക, ബുദ്ധി, കഴിവ്, കീർത്തി, പ്രശസ്തി, കവി, പാട്ട്, ഡാൻസ്, നൃത്തങ്ങൾ, ബിസിനസ്, ഇന്ന് ഒട്ടനവധി കാരകത്വങ്ങൾ ഈ ശുക്രനുണ്ട്. ആ ശുക്രൻ 8ാം ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളാണ് പറയണത്. അടുത്തത് 9ാം ഭാവത്തിൽ. 9ാം ഭാവത്തിൽ അടുത്തത് പറയുന്നത്, 9ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ, 9ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭാര്യ, സ്നേഹമുള്ള ഭാര്യ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബന്ധുക്കളും പുത്രന്മാരും ഉള്ളവനായിരിക്കും. 9ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുക, അവിടെ നല്ല ഭാര്യ ഉണ്ടാകും, ബന്ധുക്കളും പുത്രന്മാരും നല്ല രീതിയിൽ ഉള്ള വ്യക്തികളായിരിക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും, അതും ഞാൻ പറഞ്ഞ പോലെ 5, 9 ഒരു ത്രികോണ രാശിയാണ്. 7ാം ഭാവവും 4ാം ഭാവവും ഒരു കേന്ദ്രമാണ്. 7, 4, 7 ഒരു കേന്ദ്രം, 9, 5 ഒരു ത്രികോണമാണ്. അവിടെ നിൽക്കുമ്പോൾ എന്താണ്, അതായത് നമ്മൾ പറയില്ല, ഉന്നതി അധികാരികളാൽ നിന്ന് ലഭിച്ച എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഈ ശുക്ര മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉന്നത അധികാരം ചിലപ്പം നമ്മൾ നല്ല മേഖലയൊക്കെ ആണെങ്കിൽ നല്ല സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നല്ല അഭിനന്ദനങ്ങൾ, ധനം, പണം, അങ്ങനെയുള്ളതൊക്കെ കഴിവൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ സർക്കാരിനാൽ നിന്ന് ലഭിച്ച ധനത്തോടു കൂടിയവൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് 10ാം ഭാവം. 10ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ, ശുക്രൻ ലഗ്നം ഇവിടെയൊക്കെ മകരമാണെങ്കിൽ ശുക്രൻ 10ാം ഭാവത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ കർമ്മഭാവം പുഷ്ടിമ എന്നാണ് പറയുന്നത്. കർമ്മഭാവത്തിലൊക്കെ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ബിസിനസ്, കല, പാട്ട്, സിനിമ, കാർട്ടൂൺ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുക മറ്റൊരു യൂട്യൂബ് ബ്ലോഗറായിട്ട്, മിമിക്രി ആർട്ടിസ്റ്റ്, അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങളുണ്ട് ഈ ശുക്രൻ 10ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ. കാരണം കീർത്തിമാനാകുന്ന പറഞ്ഞത്, കീർത്തിമാൻ. അതേപോലെ തന്നെ ബന്ധുക്കളും സുഖപ്രവൃത്തിയും, പ്രഭു അതായത് അത്യന്തം പവർഫുള്ളാണ്. കീർത്തിമാനും ബന്ധുക്കളും സുഖപ്രവൃത്തിയും, സുഖഭക്ഷണം, പ്രവൃത്തി, കീർത്തി, പ്രശസ്തി, ബിസിനസ്, നല്ലപോലെ മുന്നോട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ശുക്രനൊക്കെ 10ലൊക്കെ നിൽക്കുമ്പോൾ ഡാൻസ്, പാട്ട്, കല, 2ഉം 10ഒക്കെ നല്ല അസാധ്യ ബന്ധമാണ്. പാട്ട്, കല, പാട്ട്. നിങ്ങൾ ചെറിയ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ പരമാവധി പാട്ടിനോട് താല്പര്യമുണ്ടെങ്കിൽ അതിലിരിക്കുക. ചിത്ര വര, അതേപോലെ തന്നെ ഈ നമ്മുടെ ഇപ്പോഴുള്ള ഈ മേഖലയിൽ നമ്മുടെ രംഗകലകളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ പറഞ്ഞുവിടാൻ ശ്രമിക്കുക. ഒരു വിഷയം തന്നെ അതിലേക്ക് എടുക്കരുത്. അവർക്ക് ചെറുപ്പത്തെ ഒരു കാര്യം ചെയ്താൽ മാത്രമേ അത് ഭാവിയിലേക്ക് ഗുണപ്പെടുകയുള്ളൂ. അടുത്തത് 11ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ,
11 എന്ന് പറയുന്നത് വരവിൻ്റെ സ്ഥാനമാണ്. ആ 11 നിന്ന് കഴിഞ്ഞാലും ആചാര്യം പറഞ്ഞിരിക്കണം എന്താ, അവിടെയും ദീർഘായുസ് ആചാര്യം പറയുന്നുണ്ട്. ആ ധനാഢ്യനാവുന്നതാണ്, ധന ആഢ്യനാവും, അത്രയും ധനം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് 11 ശുക്രനുണ്ട്, എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യേണ്ട. ഇത് പൊതുവായ രീതിയിലുള്ള ഫലങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സ്വന്തം കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കൂറുഫലമൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു പഞ്ചാംഗം എടുത്തിട്ട് അത് ഇന്ന നക്ഷത്രമാണ്, ഇന്ന നക്ഷത്ര കണ്ടകശനിയാണ്, ഏഴര ശനിയാണ്, ഇത് ദോഷമാണെന്ന് പറയുന്നത് പോലെ അല്ല. ഇത് 1 മണിക്കൂർ 10,000 20,000 ഒക്കെ വ്യൂസ് കിട്ടുന്ന പോലെയല്ല. നമ്മളുടെ യൂട്യൂബ് ചാനൽ വളരെ ലളിതമായ ഒരു സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. നമ്മളെപ്പോലുള്ളവരൊക്കെ എത്ര പേര് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളത് ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പം 11ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ധന ആഢ്യനാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. പരസ്ത്രീകളോട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ 6ൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പരസ്ത്രീകളോട് താല്പര്യം അല്ല, പരസ്ത്രീ ഇല്ലെങ്കിലും മറ്റ് സ്ത്രീകളോട് പ്രണയം കൂടുതൽ തോന്നാം. അതാണ് ആസക്തി. പരസ്ത്രീകളോട് എന്താ പറയുക, അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. പരസ്ത്രീ രതി എന്നാണ് പറയുന്നത് ആചാര്യം. അതേപോലെ തന്നെ പല പ്രകാരത്തിലുള്ള സുഖം അനുഭവിക്കുക, എല്ലാ സുഖത്തിലും. അതായത് സ്ത്രീകളായിട്ടും എന്ത് കാര്യത്തിനും ഏത് വിധേനയായാലും നല്ല സുഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് 12ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ 12ൽ ഒരു പ്രത്യേകത ഉണ്ട്. 6, 8, 12 ദുസ്ഥാനമാണ്. എല്ലാ ഗ്രഹങ്ങളും ഇവിടെ ശുഭഗ്രഹമായ വ്യാഴത്തിന് വരെ 12 മോശമാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും 12 മോശമാണെങ്കിൽ ശുക്രൻ 12ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് സ്വക്ഷേത്രത്തിൽ ഇടവത്തിലും തുലാം രാശി നിന്ന് കഴിഞ്ഞാലുള്ള ഫലമാണ് കിട്ടുന്നത്. അത്യന്തം നല്ലൊരു ഇഷ്ടരാശിയാണ് 12ാം ഭാവം. അതായത് സ്ത്രീ സംഗമ സുഖം അനുഭവിക്കും. അതേപോലത്തെ ധനം, അതേപോലെ തന്നെ കാന്തി ഉള്ളവനായി ഭവിക്കും. പ്രശസ്തി, കീർത്തി, ഞാൻ പറഞ്ഞ പോലെ ഈ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന അതേ ഫലമാണ്. പ്രശസ്തി, കീർത്തി, അതേപോലെ തന്നെ സ്ത്രീകളോട് താല്പര്യം, സ്നേഹമുള്ളവൻ, അതേപോലെ തന്നെ ധനം കുറവില്ലാത്തവൻ, അങ്ങനെ ഒട്ടനവധി 12ാം ഭാവത്തിലൊക്കെ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങളാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു ദോഷവുമില്ല. അപ്പം നോക്കൂ, 3ാം ഭാവത്തിലും ഇവിടെ 5ാം ഭാവത്തിലും നല്ല പറഞ്ഞു. 6ാം ഭാവത്തിൽ ഒരു ഗുണദോഷമാണ് പറയണത്. 7ൽ നല്ലത് അവിടെ 7ല് 2ഉം പറയുന്നുണ്ട്, ഗുണവും പറയുന്നുണ്ട്, ദോഷവും പറയുന്നുണ്ട്. 9 നല്ലതാണ് പറയുന്നത്, 10 നല്ലതാണ് പറയണത്, 11 നല്ലതാണ് പറയുന്നത്, 12 നോക്ക്, ലഗ്നം 1, 2, 4, 5, 6, 7, 8, 9, 10 ഭാവങ്ങൾ. അതിൽ 2 ഭാവങ്ങൾ മാത്രമേ ഗുണദോഷമായിട്ട് പറയുന്നുള്ളൂ. ബാക്കി എല്ലാ രാശിയിലും ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ 10 ഭാവങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെ കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശുക്രൻ 12 ലഗ്ന ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം. വേറെ കൂടുതലായിട്ടൊന്നുമില്ല. നിങ്ങൾ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അവിടെ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. കാരണം നിങ്ങളുടെ പരിശ്രമം ഇല്ലാത്ത പക്ഷം എത്ര നല്ല ഗ്രഹനിലയായാലും മുന്നേറാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വപ്രയത്നത്തിൽ കരിയർ എപ്പോഴും അടിത്തറയിട്ട് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഏത് പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ. ഒരാളെയും ആശ്രയിക്കേണ്ട. 1 രൂപ പോലും ഒരാളുടെ സ്വന്തം മാതാവ് 20 വയസ്സുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ 20-25 വയസ്സിൽ സ്വകർമ്മത്തിൽ ഇറങ്ങിത്തിരിക്കാതെ മാതാവിൻ്റെ പിതാവിൻ്റെയും ധനത്തോടു കൂടി ജീവിക്കുന്നത് അതത്ര നല്ലതല്ല. നിങ്ങൾ സ്വപ്രയത്നത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അവിടെ ജീവിത വിജയം ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോസിൽ പറയാനുള്ളത്. അടുത്തത് നമ്മുടെ പാവഗ്രഹമായ ശനി, മരണകാരകൻ ശനി 12 ലഗ്നഭാവം നിന്ന് കഴിഞ്ഞാൽ ആ പൊതുവായ ഫലങ്ങൾ നമുക്ക് നോക്കാം. ശനിയെക്കുറിച്ച് എന്താണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്? പാവഗ്രഹമാണ്, മരണകാരകനാണ്. അതിൻ്റെ ശനിയുടെ കാരകത്വം വെറും കുപ്പത്തൊട്ടിയാണ്. അങ്ങനെ ഒട്ടനവധി ആ പാവഗ്രഹത്തിൻ്റെ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.